ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ലോക്കൽ ബോഡികളായ കേരള ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾക്ക് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ നിർമ്മിച്ചു കൊടുത്ത മൊബൈൽ ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ലോക്കൽ ബോഡികളുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും ലഭ്യമാണ്. ഈ വീഡിയോ മുഴുവനും കാണുന്ന കൂട്ടുകാർക്കായി ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി ഒരു സമ്മാനം കരുതി വച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയുവാൻ വീഡിയോയുടെ അവസാനം വരെ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഹോട്ട്സ്പോട്ട് മലയാളം വീഡിയോ ബ്ലോഗ് സന്ദർശിക്കുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം അതിനടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മെയിലിലും യൂട്യൂബിലും നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇനി ചുവന്ന നിറത്തിലല്ല കാണുന്നതെങ്കിൽ നിങ്ങൾ നിലവിൽ ഈ ചാനൽ എനേബിൾ ചെയ്തിട്ടുണ്ട്. താങ്ക് യു ആർ വാച്ചിങ് ഹോട്ട്സ്പോട്ട് മലയാളം. നമ്മുടെ ലോക്കൽ ബോഡികളായ അതായത് കേരള ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ നിർമ്മിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സമഗ്ര ആപ്ലിക്കേഷൻ. നമ്മളിത് നമ്മുടെ മൊബൈലിൽ അതായത് ആൻഡ്രോയിഡ് ഡിവൈസിൽ പ്ലേ സ്റ്റോർ വഴിയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. പ്ലേ സ്റ്റോറിൽ കയറി സമഗ്ര എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ വെച്ചാൽ ഇത് iOS ഫോണിൽ നിലവിൽ ലഭ്യമല്ല, ഭാവിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പ്ലേ സ്റ്റോർ അതായത് ആൻഡ്രോയിഡ് ഫോണുകളിൽ മാത്രമേ ഇതിപ്പം ലഭ്യമുള്ളൂ. ആൻഡ്രോയിഡ് ഫോൺ വഴി ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ കുറച്ച് ഡീറ്റെയിൽസേ കിട്ടുള്ളൂ. PDF ഫയലോ അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് എന്നുള്ള ഓപ്ഷനില്ല. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സർവീസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് ഓൺലൈൻ സർവീസ് ഉണ്ട്, വെരിഫിക്കേഷൻ സർവീസ് ഉണ്ട്, ഗവൺമെൻറ് ഓർഡർ ഉണ്ട്, അതേപോലെ തന്നെ LHA ലോഗിൻ ഉണ്ട്. നമ്മുടെ എല്ലാം ഗ്രാമപഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷൻ്റെയും എണ്ണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ സർവീസുകൾ ഓരോന്നായിട്ട് കയറി നോക്കാം. ഓൺലൈൻ സർവീസിൽ കയറുന്നു. ഇതിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ഒരുപാട് സർവീസ് കാണിക്കുന്നുണ്ട്. ഏകദേശം 7ഓളം സർവീസുകൾ കാണിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ലോക്കൽ ബോഡികളുമായി ബന്ധപ്പെട്ടിട്ട്. നമ്മൾ ഇതിൻ്റെ ഇതൊന്ന് ചേഞ്ച് ചെയ്യണം ലോക്കൽ ബോഡി. അപ്പോൾ ഞാനിതിൽ കോഴിക്കോട് കോർപ്പറേഷൻ സെലക്ട് ചെയ്യണം. ഡ്രോപ്പ് ഡൗണിൽ കോഴിക്കോട് എടുത്തുന്നു, സെർച്ച് ക്ലിക്ക് ചെയ്യുന്നു, അതിൽ കോഴിക്കോട് കോർപ്പറേഷൻ സെലക്ട് ചെയ്യുന്നു. തുടർന്ന് നമുക്കിതിലെ സർവീസുകൾ നോക്കാം. അതിൽ ഞാൻ ഡേറ്റ് ആൻഡ് ബർത്ത്, ഡെത്ത് ആൻഡ് മാരേജ് ആണ് മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. അതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ബർത്ത് രജിസ്ട്രേഷനുള്ള മെനുവിൽ കയറുന്നു. അതിൽ കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഇൻപുട്ട് ചെയ്യുന്നു, മദറിൻ്റെ നെയിം ഇൻപുട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ജെൻഡർ ഇൻപുട്ട് ചെയ്തതിന് ശേഷം സെർച്ച് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലിസ്റ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കാണുന്നത് ജസ്റ്റ് ഡാറ്റയുടെ ഡീറ്റെയിൽ കിട്ടും. പ്രിൻറ്റിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് അത് വീഡിയോ അടിയിലുള്ള ഡിസ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കുന്നതാണ്. ഇത് ഞാൻ സെർച്ച് അടിച്ചപ്പോൾ ഡീറ്റെയിൽസ് വന്നു. അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബർത്തിൻ്റെ ഒരു ഡീറ്റെയിലാണ്. ആ ഡീറ്റെയിൽ വഴി നമുക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ ഒക്കെ രജിസ്റ്റേർഡ് ആണ് അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ലോക്കൽ ബോഡിയുമായി ബന്ധപ്പെടേണ്ടതാണ്. എന്നിട്ട് എന്താണ് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഇനി നമുക്ക് അതേപോലെ തന്നെ അടുത്ത സർവീസ്, അതായത് ഇനിയിപ്പം ഇതിനകത്തുള്ള നമുക്ക് ഡെത്തും ഉണ്ട്, മാരേജ് ഉണ്ട് ഈ ഒരു മെനു. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് നോക്കാം എങ്ങനെയാണുള്ളത്. വീണ്ടും ഞാനത് ഡെത്ത് സർവീസിലേക്ക് കയറുകയാണ്. നേരത്തെ കയറി അതേ മെനുവിൽ കൂടെ തന്നെ അതിൽ ഡെത്ത് രജിസ്ട്രേഷനിൽ കയറുന്നു. അതിനകത്ത് ഇതേപോലെ തന്നെ സെയിം നേരത്തെ കണ്ട അതേ വിൻഡോ തന്നെ. അതിനകത്ത് മരണപ്പെട്ട തീയതി, ആളുടെ പേര്, ജെൻഡർ ഇൻപുട്ട് ചെയ്യുക. വളരെ എളുപ്പത്തിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത്. ഏതൊരാൾക്കും ചെയ്യാം. മാരേജിൽ കയറി അതേപോലെ തന്നെ മാരേജ് ഡേറ്റ്, ഹസ്ബൻഡിൻ്റെ നെയിം, വൈഫിൻ്റെ നെയിം ഇൻപുട്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കിട്ടും. കണ്ട് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളിനി അടുത്ത സർവീസിലേക്ക് നോക്കുന്നു. അതിന് മുന്നേ നമ്മുടെ ലോക്കൽ ബോഡി ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കോർപ്പറേഷനുള്ളത് അതിനെ ഞാനൊന്ന് പഞ്ചായത്തിലേക്ക് മാറ്റി. എങ്ങനെയാണ് ചേഞ്ച് ചെയ്തിട്ട് സർവീസുകൾ സെയിം എല്ലാം ഒരുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ലോക്കൽ ബോഡി ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ ഒരു സർവീസുകൾ അതായത് ഇതിൽ വരുന്ന 7 സർവീസുകളും നമുക്ക് പഞ്ചായത്തിൽ പോകാണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ കൂടെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ വലിയൊരു കാര്യമാണ്. അതിൽ ഞാൻ ലോക്കൽ ബോഡി ചേഞ്ച് ചെയ്യാണ്. ഞാനൊരു ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്തു, പെരുവൽ ഗ്രാമപഞ്ചായത്ത്. അതിനുശേഷം ഞാനിത് ഫയൽ ഇൻവേർട്ട് ട്രാക്കിംഗ് സിസ്റ്റം എന്നുള്ള മെനുവിൽ കയറിയിട്ട് ഒരു ബിൽഡിംഗ് പെർമിറ്റിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നു. ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത നമ്മുടെ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ സ്റ്റാറ്റസ് ആണ് ഇതിൽ അറിയാൻ പറ്റുക. ഞാനിത് ഒരു ബിൽഡിംഗ് നമ്പർ ഇൻപുട്ട് ചെയ്യാണ്. എനിക്ക് കറക്റ്റായിട്ടുള്ള ഉണ്ടോ നോക്കാം. കൊടുത്തിട്ട് നമ്മൾ ഗെറ്റ് സ്റ്റാറ്റസ് കൊടുത്തെങ്കിൽ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് പെരുവൽ ഗ്രാമപഞ്ചായത്ത്, ആളുടെ പേര്, അതുപോലെ തന്നെ ഫയലിൻ്റെ സ്റ്റാറ്റസ്, പെർമിറ്റ് അപ്രൂവ് എന്നിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഇത് എല്ലാ ഗ്രാമപഞ്ചായത്തിലും ലഭ്യമാണോ അറിയില്ല. ഇത് ഓൺലൈൻ സർവീസ് ഉള്ളതിൽ മാത്രമേ ലഭ്യമാണുള്ളൂ. പിന്നെ ഇൻവേർഡ് ഫയൽ ഫ്രണ്ട് ഓഫീസിൽ നമ്മുടെ ലോക്കൽ ബോഡികളുടെ ഫ്രണ്ട് ഓഫീസ് വഴി കൊടുത്തിരിക്കുന്ന ഫയലിൻ്റെ ഡീറ്റെയിൽ ഇതുവഴി നമുക്കറിയാൻ പറ്റും. തുടർന്ന് നമ്മൾ നമ്മളെ വീടിൻ്റെ നികുതി, അതായത് വീട്ടു നികുതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് നമുക്കിതിൽ നോക്കി അറിയാൻ പറ്റും. നമ്മളെ വാർഡും
അതേപോലെ തന്നെ വാർഡ് ഇയർ, അതേപോലെ തന്നെ വാർഡ് നമ്പർ, ഡോർ നമ്പർ, സബ് നമ്പർ ഇൻപുട്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കെട്ടിട നികുതി എത്രയുണ്ട്, അല്ലെങ്കിൽ ഇത് അപ്രൂവ്ഡ് ആണോ ഫയൽ, നമ്മൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ നികുതി അടയ്ക്കാനുള്ള എത്ര നികുതി ഉണ്ട് എന്നൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നോക്കിയിട്ട് നമുക്ക് ഏകദേശം അറിയാം. കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് എല്ലാ കൊല്ലവും ഈ ഒരു നികുതി സെപ്റ്റംബറിന് മുമ്പേ നമുക്ക് അടയ്ക്കാൻ പറ്റും. ഇതിനകത്ത് കണ്ടോ 2 വീട് സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കുന്നുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ള ഒരു വീടിനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നു. അതിന് ബിൽഡിംഗ് സ്റ്റാറ്റസ് അപ്രൂവ്ഡ്, ബിൽഡിംഗ് ID കാണിക്കുന്നുണ്ട്, അവരുടെ വാർഡിൻ്റെ ഡീറ്റെയിൽ, ഓണറിൻ്റെ ഡീറ്റെയിൽസ്, എത്ര നികുതി ഉണ്ടെന്ന് വളരെ എളുപ്പത്തിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് വളരെ സൗകര്യം, നമുക്ക് എത്ര നികുതി അടയ്ക്കാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കാണിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടുകളൊന്നുമില്ല, യൂസർ ഫ്രണ്ട്ലി ആയതുകൊണ്ട്. നമുക്ക് അടുത്ത മെനുവിലേക്ക് നോക്കാം എന്താണെന്നുള്ളത്. അടുത്ത നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത പ്ലാൻ പ്രൊജക്റ്റ് മോണിറ്ററിംഗ് ആണ്. നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ അല്ലെങ്കിൽ ലോക്കൽ ബോഡി വികസനത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതുവഴി അറിയാൻ പറ്റും. നമുക്ക് ആ മെനുവിൽ നമ്മുടെ ആവശ്യമായ ഏത് പ്രൊജക്റ്റാണോ അറിയേണ്ടത് ഡീറ്റെയിൽസ് ഇൻപുട്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇതിൽ ഞാനൊരു ഡീറ്റെയിൽസ് ഇൻപുട്ട് ചെയ്തു, അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണ് ഒരു പ്രൊജക്റ്റിൻ്റെ. അല്ലെങ്കിൽ കാണും അഗ്രികൾച്ചർ ഓഫീസ്, കൃഷിഭവൻ എന്നിട്ട് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസേഴ്സ്, അതിൻ്റെ എമൗണ്ട്, പിന്നെ ആ പ്രൊജക്റ്റിൻ്റെ നെയിം എല്ലാം അതിനകത്ത് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മൊത്തം നമുക്കറിയാൻ പറ്റും, ലോക്കൽ ബോഡിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത മെനു നമുക്ക് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്, നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നമ്മുടെ ജനപ്രതിനിധികളുടെ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആരൊക്കെയാണ്, വൈസ് പ്രസിഡന്റ് ആരാണ്, പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ അറിയാൻ പറ്റും. അവരുടെ നമ്മൾ ആ വ്യക്തിയുടെ ഫോട്ടോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരും. അവരുടെ അഡ്രസ്സ്, പേര്, മൊബൈൽ നമ്പർ അടക്കം ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണിച്ചിട്ടുണ്ട്. അതും വളരെ വൃത്തിയായിട്ടും എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നമുക്ക് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇനി കിട്ടാനില്ല. അത്രയും ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ജനപ്രതിനിധികളുടെ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. അടുത്ത നമ്മൾ വീട്ടിലെ മുതിർന്ന പൗരന്മാർ അപ്ലൈ ചെയ്ത പെൻഷൻ്റെ ഡീറ്റെയിൽസ്, അതായത് എല്ലാ തരത്തിലുള്ള പെൻഷനും നമുക്ക് ഇതിനകത്ത് സെർച്ച് ചെയ്യാൻ പറ്റും. അതായത് ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ളതാണെങ്കിലും വിഡോ ആണെങ്കിലും ഏതും. നമ്മൾ അതിനകത്ത് വെൽഫെയർ പെൻഷനകത്ത് കയറിയിട്ട് നെയിം സെർച്ചാണ് എടുത്തത്. അതിനകത്ത് ഏത് പെൻഷനാണ് വേണ്ടത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനകത്ത് ഞാനൊരു ജസ്റ്റൊരു ഇത് ടൈപ്പ് ചെയ്യാണ്, ഉണ്ടോയെന്ന് അറിയില്ല, ഒരു നെയിം അടിച്ചു കൊടുക്കുകയാണ്. സെർച്ച് ചെയ്തു, കാണുന്നില്ല, ഒന്ന് എഡിറ്റ് ചെയ്യാണ് ഞാനത്. ഓക്കെ, സെർച്ച് ചെയ്തു. ഓക്കെ, ഇതിൽ കാണിക്കുന്നുണ്ട് ഗോപാലൻ നായനുണ്ട്. ആ ഒരു സ്പെല്ലിങ്ങിൽ വരുന്ന കുറച്ച് ആളുകൾ ലിസ്റ്റ്. അപ്പോൾ ഇതുവഴി നമുക്ക് നമ്മുടെ ഈ പെൻഷൻ അപ്രൂവ് ആയിട്ടുണ്ടോ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇനി അടുത്ത സർവീസിലേക്ക്, അതായത് നമുക്ക് ഇതിൻ്റെ കോൺടാക്റ്റ്, അതായത് ടെൻഡർ നോട്ടീസ് ഉണ്ട്, അതുപോലെ എബൌട്ടേഴ്സ് ഉണ്ട്. ഈ എബൌട്ടേഴ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ ഇൻഫർമേഷൻ കേരള മിഷൻ്റെ ഡീറ്റെയിൽസ് ആണുള്ളത്. വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അവരുമായി കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത്. പിന്നെ ഇതിനകത്തുള്ളത് നമുക്കറിയാം ഗവൺമെൻറ് ഓർഡർ, അതായത് ഗവൺമെൻറ് ഓർഡറിൽ കഴിഞ്ഞാൽ നമ്മൾ ഗവൺമെൻറ് LSCDയുമായി ബന്ധപ്പെട്ട ഓർഡറുകൾ മൊത്തം നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് അതിനകത്ത് കാണാൻ പറ്റും. എന്തൊക്കെയാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത് ലേറ്റസ്റ്റ് മോഡിൽ തന്നെ കാണാം. പിന്നെ നമുക്ക് സെർച്ച് ബട്ടൺ ഉണ്ട്, സെർച്ചിൽ നമുക്ക് വേർഡ് അടിച്ചെടുത്താൽ കിട്ടും. ഇത്രയുമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത്. പിന്നെ അടുത്തുള്ളതൊക്കെ ഒഫീഷ്യലാണ് LSC ലോഗിനൊക്കെ. ഇതിൽ കാണുന്ന ചോദ്യത്തിന് ഉത്തരം താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയതിനു ശേഷം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നവരിൽ നിന്നും ഒരു വിജയിക്ക് 2495 രൂപ വിലയിരുന്ന വൈറസ് സ്പീക്കർ സൗജന്യമായി ലഭിക്കുന്നു. ഈ ചാനലിന് 1000 സബ്സ്ക്രൈബർ ആകുമ്പോൾ വിജയി സെലക്ട് ചെയ്യുന്നു.